വിവാഹം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് രോഗിയായി തീർന്നു. ഭാര്യയും ഭർത്താവും ഹോസ്പിറ്റലിലായി. രോഗം മൂർച്ഛിച്ച് വളരെയേറെ ദയനീയ അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഭർത്താവ് ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നീ വീണ്ടും വിവാഹം കഴിക്കണം, നീ ചെറുപ്പമല്ലേ എന്ന്. ഭാര്യ ഭർത്താവിൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ഭർത്താവിനോട് ഒരു കാര്യം പറയും, നിങ്ങൾക്കറിയാമോ, നിങ്ങളെ ദൈവം എനിക്ക് എന്തിനാണ് തന്നതെന്ന്? എന്നെ സ്നേഹിക്കാനല്ല, എനിക്ക് സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളെ ദൈവം എനിക്ക് തന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും, നിങ്ങൾക്ക് എന്തു കുറവുകളുണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്തു ബലഹീനതകൾ ഉണ്ടെങ്കിലും മരണം വരെയും ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ടായിരിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അനേകരെ വിവാഹമോചനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വിവാഹം? എന്തിനാണ് ദൈവം നമുക്ക് ജീവിത പങ്കാളികളെ നൽകുന്നത്? നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മളെ സ്നേഹിക്കാനാണ് എന്നാൽ ഒരിക്കലുമല്ല. നമുക്ക് ഓരോരുത്തർക്കും ദൈവം ജീവിത പങ്കാളികളെ നൽകുന്നത് നമുക്ക് സ്നേഹിക്കാനാണ്. എന്തു കുറവുണ്ടെങ്കിലും, എന്തു ബലഹീനതകൾ ഉണ്ടെങ്കിലും, ആ ബലഹീനതകളോടും കുറവുകളോടും കൂടി നമുക്ക് സ്നേഹിക്കാൻ വേണ്ടി ദൈവം കാലങ്ങൾക്ക് മുമ്പ് ഒരുക്കി വെച്ച് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത പങ്കാളികൾ. ഒരിക്കലും നാം ചിന്തിക്കല്ലേ നമ്മെ സ്നേഹിക്കാനാണ് എന്ന്, പകരം നമുക്ക് സ്നേഹിക്കാനാണ് എന്ന് ചിന്തിക്കുക. ഒട്ടുമിക്ക കുടുംബ ബന്ധങ്ങളും ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കാം. ചിന്തിക്കുക, എന്നെ സ്നേഹിക്കാനല്ല, പകരം എനിക്ക് സ്നേഹിക്കുവാൻ ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളതാണ് എൻ്റെ ജീവിത പങ്കാളി എന്ന് പറയുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.